ഹലോ ദേവി, ഒന്ന് എഴുന്നേക്കടോ. ദേ മണി 6 കഴിഞ്ഞു. എഴുന്നേക്കാൻ. മതിയടോ ഉറങ്ങിയത്. ഏയ് എഴുന്നേക്കാൻ. എന്തൊരു ഉറക്കമാടോ ഇത്. പോണ്ടേ? 10:20 ട്രെയിൻ. 9:15 ഇവിടെ നിന്ന് ഇറങ്ങണം. സമയത്തായി നോക്കി. ഈ സാധനം അടിച്ചായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ കൃത്യസമയത്തിന് അടിച്ചു. നീതാ ചായ കുടിക്കുക, എന്നിട്ട് പെട്ടെന്ന് പോയി കുളിക്കാൻ നോക്ക്. ചായോ? ദൈവമേ, ഇത് എന്താ ഞാൻ കാണുന്നേ? നീ ചായ ഇടാനെന്ന് പറഞ്ഞ് അടുക്കള കയറിയാലേ തൊട്ടും പിടിച്ചു നിന്ന് വെറുതെ നേരം കളയും. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, അതുകൊണ്ടാണ് ഈ കടുങ്കൈ. എങ്ങനെയുണ്ട് ചായ? അതെ, ഞാൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഉപ്പില്ല, മുളക് കൂടി പോയി, പുളി സ്വല്പം കൂടി ആവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെയാ തോന്നുവാന്ന് ഇപ്പൊ മനസ്സിലായോ? പിണങ്ങണ്ട, ചായ അസലായിട്ടുണ്ട്. ഇതിനു മുമ്പ് എനിക്കൊരു ചായ ഇട്ട് തന്നത് എന്നാന്ന് ഓർമ്മയുണ്ടോ? എന്നാ? പണ്ട് താമസിച്ചിരുന്ന കുടിസുമുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് കാണാൻ വന്ന ദിവസം. ചായക്ക് മുമ്പ് നടന്ന എന്താന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വൃത്തിയിട്ട് ഉമ്മയായിരുന്നു. സോ ഹോറിബിൾ കേസ്. നീ ഒന്ന് പോയേ, ചെന്ന് കുളിക്കേ. ചെല് സമയം പോയി. ചെലപ്പോ ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? റിസഷൻ മേ ലാസ്റ്റ് ലോങ്. ദേ കണ്ടോ, മാന്യം ഉടനെ ഒന്നും മാറില്ല. നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് രവി കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കണം. രവിയുടെ ബിസിനസ് വല്ലാത്തൊരവസ്ഥയിലല്ലേ. എത്ര നാളിങ്ങനെ ഉന്തിയും തള്ളിയും പോകാൻ പറ്റും? രാവിലെ തന്നെ തുടങ്ങിയോ? നിനക്കിത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഈ IT എന്ന് പറയുന്നത് വല്ലാത്തൊരു സെൻസിറ്റീവ് സെക്ടറാണ്. ഈ ഗ്ലോബൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്ലക്ച്വേഷൻസും IT-ൽ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അത് താൽക്കാലികമാണ്, എ പാസിംഗ് ഫേസ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലേ? സാമ്പത്തിക രംഗത്ത് കുതിച്ചുകയറ്റമുണ്ടാവും. പ്രധാനമന്ത്രി പരിചയമുണ്ടോ? ആരെ? മൻമോഹൻ സിംഗിനെ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ മീനയ്ക്ക് ഒരു ഫോൺ ചെയ്യിക്കേ. കുതിച്ചുകയറ്റത്തെ പറ്റി കേട്ടാൽ അവർക്ക് സമാധാനാവും. ഇന്നലെ ഇവിടെ വന്നിരുന്നു. സാലറി 2 മാസമായിട്ട് പെൻഡിങ് ആണെന്ന് സ്മൂത്ത് ആയിട്ട് അറിയിച്ചിട്ട് പോയി. രവിക്കുള്ള മെസ്സേജ്. നമ്മുടെ ബാങ്കിന്റെ സോണൽ മാനേജർ ഇന്ന് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് ചിലപ്പോൾ എൻഹാൻസ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതോടെ പ്രശ്നങ്ങളെല്ലാം തീരും. തീരൂ? ബാങ്കിൽ നിന്ന് ലോൺ കൂടുതൽ കിട്ടിയാ പ്രശ്നങ്ങൾ തീരെയല്ല, ബാധ്യത കൂടുക ചെയ്യുന്നത്. വീടിന്റെ 6 അടവാ ബാക്കി കിടക്കുന്നത്. പിന്നെ കാറ്, കൺസ്യൂമർ ലോൺ, ക്രെഡിറ്റ് കാർഡ്സ്. രാത്രി കിടന്നാ എത്ര കഴിഞ്ഞോ ഒന്ന് കണ്ണടഞ്ഞു കിട്ടുന്നറിയോ രവി? ഹേ, ടേക്ക് ഇറ്റ് ഈസി ദേവി. എനിക്ക് ചൈനയിൽ നിന്ന് വലിയൊരു ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട്. ദാറ്റ് വിൽ സോൾവ് ദ ഇഷ്യൂ. പിന്നെ ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ലല്ലോ ബിസിനസ്. നേരിടണം. ലെറ്റ്സ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. ദേവി, നീ ഈ മൂഡിൽ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. Come on, cheer up. That's it. നീ വേഗം ചെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ നോക്ക്. ഞാൻ പോയി 2 എണ്ണത്തിനൊന്ന് ഒരുക്കി എടുക്കട്ടെ. അപ്പം 9 മണിക്ക് മുമ്പേ ഇറങ്ങണം. വഴിയിലെങ്ങാൻ വല്ല ബ്ലോക്ക് കിട്ടിയാൽ പെട്ടുപോകും. വേഗം ചെല്ല്.